അള്ളാഹു നിന്നോട് ചോദിക്കും നിന്റെ ഭാര്യ അവളെക്കുറിച്ച്. അള്ളാഹു നിന്റെ ഭാര്യയെ കുറിച്ച് ചോദിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത നിന്റെ പെണ്ണും പിള്ളയും നിന്റെ മക്കളും. നിന്റെ മക്കളും നിന്റെ ഭാര്യയും അത് അള്ളാഹ് നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. നാളെ അള്ളാഹ് നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ പെണ്ണും പിള്ളയെ കുറിച്ച് നിന്നോട് ചോദിക്കും, നിന്റെ മക്കളെ കുറിച്ച് നിന്നോട് ചോദിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭർത്താവിനെന്നറിയുമോ? രാവിലെ അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാ, ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ടതാ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കടന്നുപോയി. നിന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരുമ്പോ നിന്റെ ഭാര്യ അതുപോലെ തന്നെ കിടന്നുറങ്ങുകയാണ്. നിന്റെ ഭാര്യ അതുപോലെ തന്നെ കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒലുപെടുത്തിട്ട് നിന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തുള്ളിയുണ്ടല്ലോ, അതിങ്ങനെ ഇതാ കൈകൊണ്ടിങ്ങനെ എടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കു പെണ്ണേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുന്ന ഭർത്താവിന് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മുഖത്തിങ്ങനെ വെള്ളം കൊണ്ട് കുടഞ്ഞിട്ട് അസ്മാ അമിന എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് പറയുന്ന ഭർത്താവിന് സ്വർഗം. നിങ്ങളൊന്ന് ചിന്തിക്ക്, ഇവിടെ വിളിക്കുന്ന ഭാര്യയുമില്ല, വിളിക്കുന്ന ഭർത്താവും ഇല്ല, രണ്ടുപേരും മത്സരവാ ഉറക്കാൻ, രണ്ടുപേരും മത്സരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാനത്ത നിന്റെ ഭാര്യ, നിന്നെ അള്ളാഹു ചോദിക്കും നിന്റെ ഭാര്യയെ കുറിച്ച്. നിന്റെ മക്കള് അത് അള്ളാഹ് നിനക്ക് തന്നെ തിന്നാൻ മാത്രം കൊടുത്താൽ പോരാ. അപ്പ വേണം വേണം മൊബൈൽ വേണം, ലാപ്ടോപ്പ് വേണം, വേണ്ടതൊക്കെ ഉടുപ്പ് വസ്ത്രം എന്ത് ചോദിച്ചാലും നീ മേടിച്ചു കൊടുക്കുമല്ലോ, കൊടുത്താൽ മാത്രം പോരാ. നാളെ അള്ളാഹു നിന്നോട് ആ മക്കളെ കുറിച്ച് ചോദിക്കും. ആ മക്കളെ കുറിച്ച് നാളെ നിന്നോട് അള്ളാഹു വിചാരണ ചെയ്യും. നീ അവന്റെ വാപ്പയാ, നീ തെറ്റ് തിരുത്തി കൊടുക്കണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പലർക്കും അറിയാം, ഞാൻ പറഞ്ഞാൽ എന്റെ മക്കള് കേൾക്കൂല. അങ്ങനെ കേൾക്കുമായിരുന്നെങ്കിൽ ഈ പറവ നടക്കുന്ന പോലെ മുടിയും വളർത്തിയിട്ട് നമ്മുടെ മക്കള് നടക്കോ? പണ്ടൊക്കെ നിങ്ങൾ ആലോചിക്ക്, പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പയ്യൻ ഇങ്ങനെ നടന്നിട്ടുണ്ടോ മുടിയും വെട്ടിയിട്ട്? കീറി പറഞ്ഞ ഒരു പാൻറ് വിട്ടുകൊണ്ട് നടക്കണ ഫക്കീർ എന്ന് വിളിക്കുക, മിസ്റ്റീൻ അവനാ, എടാ കീറി പറഞ്ഞ പാൻറ്, എടാ പിച്ചക്കാരൻ, അങ്ങനെയുള്ളവനാ കീറി പറഞ്ഞ. ഇന്ന് ചെറുപ്പക്കാര് കീറി പറഞ്ഞത് മാത്രമേ ഇടത്തുള്ളൂ, അത് മോഡലാ. പിച്ചക്കാരന്മാരെ നടക്കുന്ന പോലെ നിന്റെ മോൻ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് കീറി പറഞ്ഞ പാൻറ്റാ നിന്റെ മോന് വാങ്ങിക്കൊടുക്കണ്ടേ? മുടി വെട്ടാനുള്ള പൈസ ഇല്ലേ? ഇങ്ങനെ നടക്കാ പറവയെ പോലെ കുരുവിയുടെ കൂടും ചുമന്നുകൊണ്ട് നടക്കുന്ന മക്കൾ. ഇത് ചോദിച്ചാ പറയൂ ഉസ്താദെ, ഞാൻ പറഞ്ഞ കേൾക്കൂല ഉസ്താദെ, ഞാൻ പറഞ്ഞ വിട്ടൂല ഉസ്താദെ, ഒറ്റ വാക്ക് തീർന്നല്ലോ. ഇതെങ്ങനെ പറഞ്ഞ അങ്ങ് തീർന്നല്ലോ. നാണം വേണം വാപ്പ. ചെലവിന് കൊടുത്ത് സ്വന്തം നട്ടല്ലി പിറന്ന മകനെ നേരേക്ക് നിർത്താൻ പറ്റണില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് നോക്കണം. ഈ ഇരിക്കണ നിങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പ എന്തെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും പറയോ? ഉപ്പ ഇങ്ങോട്ട് വടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും, പേടിച്ച് വിറച്ച് നിൽക്കുമായിരുന്നു നമ്മൾ. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വടാന്ന് പറഞ്ഞാൽ ഓൻ പോടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അങ്ങനത്തെ മക്കളാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാൻ വഴിയുണ്ട്. ഏത് നിസ്കരിക്കാത്ത നിന്റെ മകനാകട്ടെ, മകളാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, ആരുമാകട്ടെ, നിസ്കരിക്കാത്തവനെ നിസ്കരിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. അടിക്കണ്ട, പട്ടിണി കിടണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ കൊടുത്താൽ മതി. ഒരേ ഒരു ആയത്ത് ഓതി അങ്ങോട്ട് കൊടുത്താ നിന്റെ മകൻ മുസ്ലിമാണോ, നിന്റെ മകൻ ഒരു കടുക് മണിയുടെ അളവെങ്കിലും ഈമാനുണ്ടോ, എഴുന്നിട്ട് നിസ്കരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒറ്റ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇനി അതിനുള്ള സമയമുള്ളൂ, കറക്റ്റ് 1 മണിക്കൂർ. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഇന്ന് മുതൽ പഠിച്ചു വെക്കണം. ഈ ആയത്ത് ഉറങ്ങുന്ന മക്കൾ നാളെ സുബഹിക്ക് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ഈ ആയത്ത് ഓതിയാ മതി. നിന്റെ മോൻ എഴുന്നേക്കും. അതിനി എങ്ങനെ നടക്കുന്നവനാണെങ്കിലും. അവൻ മുസ്ലിമാണോ, അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ, പള്ളിപ്പറമ്പിൽ പോയി കിടക്കേണ്ടവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, നിന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് ബോറടിച്ചു തുടങ്ങിയാ? എനിക്കിങ്ങനെ വലിയ അറിയില്ല, പാട്ടൊന്നും പാടാൻ അറിയില്ല, ഞാനിങ്ങനെ ക്ഷമിച്ച് സഹിച്ചിരുന്നാൽ മതി, ഇൻഷാ അല്ലാഹ്, കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഇൻഷാ അല്ലാഹ് പഠിക്കുമല്ലേ? പഠിക്കല്ലേ? അള്ളാഹുവെ, ഈ സദസ്സിൽ ഇരുന്നിട്ട് ആര് ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയണം? മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞ അതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണം പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഒരിത്തിരി കൂടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ മാറ്റം ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്, മാറ്റം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എന്റെ ചങ്ങായിമാരെ, പള്ളിയിലെ ഹത്തീബ പാവപ്പെട്ടനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുപ്പാ. ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ വന്നു. ഉസ്താൻ ഇവിടെ ഉണ്ടോ? അതോ ഉസ്താന്മാർക്കാ കഴിച്ചു? ഉസ്താൻ നിങ്ങളിപ്പോ കഴിച്ചിട്ട് വരും. ഉസ്താനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കപ്പാ. അൽഹംദുലില്ലാഹ്. അൽ ഉലമാ വറസത്തുൽ അംബിയ. അള്ളാഹു നമ്മുടെ ഗുരുനാഥന്മാർ. ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായോ? ഇപ്പൊ വന്നതേ ഉള്ളില്ലേ? അപ്പൊ ഇനി പള്ളിയൊക്കെ പുതിയ പള്ളിയാ. സാധാരണ പള്ളിയൊക്കെ ജുമാഅത്ത് പള്ളിയൊക്കെ ആകുമ്പോൾ പള്ളി പുതിയതാകുമ്പോ പിന്നെ ഉസ്താദ് പഴയത് പറ്റൂല, പുതിയ തന്നെ വേണം. എന്തായാലും നിങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. ശരി, അള്ളാഹു ഖൈറാകുന്ന കാലത്തോളം ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞ ചങ്ങായിമാരെ. കാരണം ഉസ്താദ്മാരെന്തെങ്കിലും പറഞ്ഞാൽ പോയി. പണ്ട് നിങ്ങൾ ആലോചിക്കേ, പണ്ട് ഈ ഇരിക്കണേ, എനിക്കിപ്പോ 33 വയസ്സ്, എന്നെക്കാളും പ്രായമുള്ളവർ ഇതാ ഇരിക്കണവരൊക്കെ പണ്ട് വീട്ടിൽ പോയിട്ടേ ഉസ്താദ് തല്ലി എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? പണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് വാപ്പ എന്നെ ഉസ്താദ് തല്ലി എന്ന് ഒരാളും പറയൂല, കൊണ്ടാലും മിണ്ടാതിരിക്കും. കാരണം വീട്ടിൽ പോയി പറഞ്ഞ വാപ്പായും തല്ലും. നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടാ ഉസ്താദ് നിന്നെ തല്ലി എന്ന് പറഞ്ഞ് വാപ്പായും തല്ലും. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഉസ്താദ് എന്നെ കണ്ണുരുട്ടി നോക്കി എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഉസ്താദിന്റെ റൂമിന്റെ മുന്നിൽ ഉണ്ടാകും വാപ്പമാര്. അതാ അവസ്ഥ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, പഠിച്ചോ, ഇന്ന് മുതൽ പഠിച്ചോ. എന്റെ ഉമ്മമാരെല്ലാവരും പഠിച്ചോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. നാളെ രാവിലെ മുതൽ ഈ സദസ്സിലിരിക്കുന്ന വാപ്പാ, നിനക്ക് നിന്റെ മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകണോ? നിന്റെ കുടുംബത്തോടൊപ്പം നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിനക്ക് ഒരുമിച്ച് കൂടണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നാളെ രാവിലെ മുതൽ നിന്റെ മക്കൾക്ക് ഓതിക്കൊടുത്തോ. കിടന്നുറങ്ങുന്ന മക്കളാകട്ടെ, കിടന്നുറങ്ങുന്ന ഭാര്യയാകട്ടെ, ആരുമാകട്ടെ, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരുടെ ചാരത്തേക്ക് കിടന്നു ചെന്നിട്ട് ഓതണ്ട ആയത്തേതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈ ആയത്താണ് നാളെ മുതൽ ഓതി കൊടുക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകു വൽ ആകിബതു ലിത്തഖ്വാ. ഈ ആയത്ത് നിങ്ങൾ എല്ലാവരും പഠിച്ചോ. നാളെ മുതൽ ഓതാനുള്ളതാണ്. മക്കളെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ള ഓരോ ഉപ്പയും ഉമ്മയും ഈ ആയത്ത് പഠിച്ചോ. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ്. പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഉപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, നിനക്കല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസം ജുമാഅകളിന് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോ നീ എല്ലാ വെള്ളിയാഴ്ചയും ഒരു കാഴ്ച കാണുന്നവനാണ്. പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുന്നവരെ കാണുന്നവരാ.
അള്ളാന്റെ പള്ളിയുടെ മുന്നിലിരുന്നിട്ട് മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, ഭക്ഷണം വാങ്ങാ പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മുന്നിലിരുന്നിട്ട് പിരിവെടുക്കുന്നവരാ, കാണുന്നവരാ. നിന്റെ വീട്ടില് പടച്ചവനെ ഈ റമളാൻ മാസത്തില് എത്രയോ പേര് നിന്റെ വീടിന്റെ മുന്നിൽ പിരിവിന് വരുന്നത് കണ്ടവനാ. എങ്കിൽ അല്ലാഹു പറയുകയാ, നിനക്കങ്ങനെ ഒരു ഗതി അല്ലാഹു വരുത്തൂല, നിനക്കല്ല അങ്ങനെ ഒരു ഗതി വരുത്തൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തികെട്ട് നിസ്കരിപ്പിച്ച അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ കഴിക്കാൻ ഭക്ഷണം അല്ലാഹു തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക, 5 നേരം നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാ ലാ നസ്അലുക റിസ്ക, നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട, നീ റിസ്ക് തേടിയിട്ട് നടക്കണ്ട, നിനക്കും നിന്റെ കുടുംബത്തിനും മരിക്കണ കാലം വരെ ഭക്ഷണം ഞാൻ തരാമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ചങ്ങാതി അല്ല പറയാ, ഞാനാടാ റബ്ബ്, ഞാനാ റിസ്ക് തരുന്നവൻ, നീ അല്ല, നീ തേടി നടക്കണ്ട, നീ ഭക്ഷണവും തേടി നടക്കണ്ട, നിനക്കും നിന്റെ കുടുംബത്തിനും പട്ടിണിയില്ലാതെ മരിക്കണ കാലം വരെ തിന്നാ ഞാൻ ഭക്ഷണം തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനല്ല പറഞ്ഞത്, സൂറത്തു ത്വാഹ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയുടെ 135-6 ശേഷമുള്ള ആയത്തെടുത്ത് നോക്ക്. അള്ളയാ പറഞ്ഞത്, മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കഴിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജെ, അപ്പൊ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും ആരാ തിന്നാൻ കൊടുക്കുന്നത്? അല്ല കൊടുക്കോ? ചോദ്യം, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? നീ മരിച്ച ആര് കൊടുക്കും? അതാ ചോദ്യം, ഞാൻ ചോദിക്കുന്നതാ. നീ ഇന്ന് രാത്രി മരിച്ച നാളെ നീ ഖബറിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കോ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും? ഇല്ലല്ലോ, അള്ളയല്ലേ കൊടുക്കണേ, അള്ളയല്ലേ കൊടുക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലല്ലേടാ നീ ജോലിക്ക് പോ, നിനക്ക് കാലുണ്ടെങ്കിലല്ലേ നീ പോ, കൈ ഉണ്ടെങ്കിലല്ലേ പോ, നട്ടല്ലൊടിഞ്ഞ് കിടന്നാ നീ പോ, ക്യാൻസർ പിടിച്ചാ നീ പോ? ഇല്ലല്ലോ, ഇതൊക്കെ തരുന്നത് അള്ളയാ. അതുകൊണ്ട് അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാം. ഉമ്മ രാവിലെ ഇന്ന് വരെ ഈ ഇരിക്കണ ഏതെങ്കിലും വാപ്പ, ഏതെങ്കിലും ഉമ്മ രാവിലെ സ്കൂളിൽ പോകുന്ന മക്കളോട്, മോനെ മോനെ നീ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണണം മോനെ, അതുകൊണ്ട് മോനെ ളുഹറിന്റെ സമയത്ത് എന്റെ പൊന്നുമോൻ ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയമെങ്കിലും എവിടെയെങ്കിലും ഒരു പേപ്പറെങ്കിലും വിരിച്ചിട്ട് ളുഹർ നിസ്കരിക്കണേ മോനെ. 3 മണിയാകുമ്പോ വീട്ടിലേക്ക് മടങ്ങി വരുന്ന, 3:30 വീട്ടിലേക്ക് വരുന്ന മക്കളോട് പെട്ടെന്ന് ഉളവെടുത്തിട്ട് മോളെ ആ ളുഹറൊന്ന് ഖളാ ആകാതെ നിസ്കരിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്ന എത്ര ഉപ്പമാരാവുള്ളേ, എത്ര ഉമ്മമാരാവുള്ളേ. എന്റെ പ്രിയപ്പെട്ടവരെ, 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ റബ്ബ് നിനക്ക് ഭക്ഷണം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒരു പേടിയും വേണ്ട. അതുകൊണ്ട് ആ പണ്ടുള്ള വാപ്പമാര് 10 മക്കളുണ്ടായിട്ടും പട്ടിണിയില്ലാതെ കഴിഞ്ഞേ. നീ പറയല്ലോ, നീ ഞങ്ങളുടെ കുടുംബം അങ്ങനെ, അന്ന് കൊട്ടാരമൊന്നും ഇല്ലല്ലോ, ഒരു ചെറിയ കുടിലിനകത്ത് 5, 6, 7, 8, 10 മക്കള് അൽഹംദുലില്ലാഹ് വയറ് നിറച്ചിട്ട്, കഞ്ഞിയെങ്കിൽ കഞ്ഞി, വെള്ളമെങ്കിൽ വെള്ളം, സന്തോഷത്തോടെ കുടിച്ചിട്ട് വയറ് നിറഞ്ഞ് ജീവിച്ചത് ഇതുപോലെ ജീവിച്ചത് കൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ച സ്നേഹമുണ്ടെങ്കിൽ മക്കളോട് ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ നല്ലതുപോലെ ഒരുത്തന്റെ മുന്നിലും പോയി കൈനീട്ടാതെ കടന്ന് സുഖമായിട്ട് ജീവിക്കാം മോനെ, എഴുന്നേറ്റ് നിസ്കരിക്ക്. ഇത് ഒന്നാമത്തെ പ്രതിഫലം. ഇത് പറഞ്ഞാ ഉടനെ മൈക്ക് സെറ്റുകാരെന്തോ പറ്റി, ഇപ്പൊ ആദ്യത്തെ ഗുമ്മൊന്നുമില്ല, പറ്റിട്ട് പോയാ അപ്പൊ ഏകദേശം തീരുമാനമായി. ഇൻഷാ അല്ലാഹ് എനിക്ക് നാളെയും പരിപാടിയുണ്ട്, ആ ചങ്ങാതിയെ വിളിച്ചിട്ട് തൊണ്ട അടഞ്ഞെന്ന് പറഞ്ഞാൽ ഓൻ എന്റെ കബറി കിടക്കണ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല. അവൻ പറയും പൈസയും പേടിച്ചിട്ട് ഞാൻ വേറെ പോയെന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ തന്നെ പോട്ടെ, കുഴപ്പമൊന്നുമില്ല, കേൾക്കാം, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് ഉള്ളതൊക്കെ മതി, അൽഹംദുലില്ലാഹ്. നിങ്ങളെ കുറ്റം പറഞ്ഞൊന്നുമല്ലപ്പ, ഇതൊക്കെ മനുഷ്യന്മാർ വരെ മരിച്ചു പോകുന്നു, പിന്നല്ലേ മൈക്ക് തെറ്റ്. എല്ലാം മനുഷ്യന്മാർ തന്നെ നിന്നതിപ്പനും വീണ് മരിച്ചു പോകും, ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. എല്ലാവരും നിസ്കരിക്കണമെന്നില്ല, എല്ലാവരും ചാടി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല. അപ്പോൾ രണ്ടാമതായി പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? പിന്നെയും തിരിഞ്ഞു കിടക്കുന്ന മക്കളോട് ചോദിക്കണം, മോനെ ഒരു ദിവസം എന്തായാലും നീ മരിക്കുമല്ലോ.
മക്കളോട് തിരിച്ചു ചോദിക്കുകയാണ്, മോനെ ഒരു ദിവസം നീ എന്തായാലും മരിക്കുമല്ലോ. എന്റെ പൊന്നുമോന് ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം വേണമെന്ന് ആഗ്രഹമില്ലേ? എത്രയോ പേര് മുഖം ചിരിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട്, പ്രകാശിക്കുന്ന മുഖത്തോടെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടില്ലേടാ? സുബഹിയുടെ സമയത്ത് ഉറങ്ങുന്ന മക്കളോടൊരു വാപ്പ ചോദിക്കുകയാ. എന്റെ ഉമ്മമാരെപ്പോഴും പറയും, സിറാജ് പ്രസവത്തിന് മരണവേദനയാടാ, പ്രസവത്തിന് മരണവേദനയാടോ. ആ നിന്റെ ഈ വേദന അനുഭവിച്ച ഉമ്മ പ്രസവത്തിന്റെ വേദനയേക്കാൾ എത്രയോ ഇരട്ടിയാണ് മരണത്തിന് വേദനയുള്ളത്. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, അതാ എല്ലാവരും മരിക്കുമെന്ന്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എങ്കിലും സ്നേഹമുള്ള ഒരു ഉമ്മ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, മോനെ എനിക്ക് പ്രസവ വേദന പോലും താങ്ങാൻ കഴിയുന്നില്ല, ഞാൻ കടന്ന് ഒരുപാട് നിലവിളിച്ചതാണ്, ഒരുപാട് കടന്ന് വിളിച്ചു കൂവിയതാണ്, എങ്കിലും മോനെ ഇതിനെക്കാളും വലിയ ഒരു വേദന നിനക്ക് വരാറുണ്ട്. അതുകൊണ്ട് മരണവേദന നിന്നെ കൊണ്ട് താങ്ങാ കഴിയില്ല. അതുകൊണ്ട് മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, നിനക്ക് അല്ലാഹു ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണ്ട്. 70 മുതൽ 70,000 മലക്കുകൾ വരെ ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിന്റെ കൂടെ 70,000 മലക്കുകൾ. എന്തിനാ? എന്റെ റൂഹ് പിടിക്കാ. നിങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഒരു കൊതുവ് കടിക്കുന്ന വേദന പോലെ താങ്ങാൻ കഴിയാത്ത, ഒരു നല്ല കാറ്റടിച്ചാ താഴെ വീണ് പോകുന്ന, പേടിച്ചു തൂറി ആരോഗ്യമില്ലാത്ത എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാർ 70,000 മലക്കുകളെ ഇറങ്ങി വരികയാണ്. ഫൈദാ അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഫകസഫിനാ അൻക ഇതാക ഫബസറുകൽ യൗമ ഹദീദ്. എല്ലാവരും അവരുടെ കണ്ണുകൊണ്ട് കാണുകയാ. ഈ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഞാനും നിങ്ങളും കാണുകയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. പിടഞ്ഞു താഴെ വീഴുകയാണ്, പിടഞ്ഞു താഴെ വീഴുകയാണ്. അല്ലാഹുവേ, ഈ മലക്കുകൾ മുഴുവനും നമ്മുടെ ചുറ്റുഭാഗം വളയുകയാണ്, നമ്മുടെ ചുറ്റുഭാഗം മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. അവിടെന്ന് പറയുന്നു, എടാ നിന്നെ കൊണ്ടുപോകാമെന്നതാടടാ പെണ്ണേ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. ആരെ വേണമെങ്കിലും വിളിച്ചോ. കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻ റാക് വളന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാകു ബിസാക് ഇലാ റബ്ബിക യൗമൈദിനിൽ മസാക്. മലക്കുകൾ അവിടെ നിന്ന് പറയുകയാ, ആരെ വേണമെങ്കിലും വിളിച്ചു, നിന്നെ കൊണ്ടുപോകുമടാ, നിന്റെ റൂഹ് പിടിക്കാമെന്നതാടോ. അവിടെ നിന്ന് കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിച്ചു. അവസാനം അത് തൊണ്ടക്കുടിയിലെത്തുമ്പോ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കൊതിയില്ലേടാ പൊന്നുമോര്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹ് പറയുകയാ, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാ. വൽആഖിബത്തു ലിത്തഖ്വാ. 5 നേരം നിസ്കരിച്ച അല്ലാഹു നല്ല മരണം തരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ അല്ലാഹയാടാ പറഞ്ഞത് തരാമെന്ന്. ഒരു നല്ല മരണം പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. നിന്റെ സമ്പാദ്യം മുഴുവനും പടച്ച റബ്ബിന് കൊടുത്തിട്ട്, റബ്ബേ എനിക്ക് നിസ്കരിക്കുമ്പോ സുജൂദിൽ കിടക്കുന്ന സമയത്ത് എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് നിനക്ക് വാങ്ങാൻ പറ്റുമോ?
പണം കൊണ്ട് വാങ്ങാൻ പറ്റൂല, അധികാരം കൊണ്ട് പറ്റൂല, രാഷ്ട്രീയ ബലം കൊണ്ട് പറ്റൂല, കുടുംബ മഹിമ കൊണ്ട് പറ്റൂല. അത് അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ അത് പറയാൻ നാവ് പൊങ്ങണമെങ്കിൽ അത് അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോനെ നിസ്കരിക്കടാ പൊന്നുമോരെ. എത്രയോ നമസ്കാരങ്ങൾ വെറുതെ കളയുന്നവരാ. എവിടെ നോക്കിയാൽ പടച്ചവര് എല്ലാവരും ലോകകപ്പിന്റെ തിരക്കിലാണ്. അസറില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല, എല്ലാ ക്രിക്കറ്റ് താരങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാലും അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഇമാമ ഖുർആൻ ഓതുന്നത് കേട്ടാൽ കേറാ മനസ്സില്ലാത്ത യുവത്തവേ ഈ പള്ളിയുടെ പരിസരത്തിരുന്നിട്ട് പോലും അള്ളാന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഒന്ന് പള്ളിയിൽ പോകാത്ത മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും മായി ജീവിച്ച ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവേ, അവിടെ നിന്ന് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റ സമയമായി. ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ, നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്, എന്തിനാടാ ചെറുപ്രായത്തിൽ മരിക്കുന്നത്? നീ വിവാഹം കഴിച്ചിട്ടില്ല, എടാ ഒരുപാട് കാലമിനെ ജീവിക്കേണ്ടവനല്ലേ ഹുബൈബ്, എന്തിനാ നീ മരിക്കുന്നത്? നീ കാണിക്കുന്ന പെണ്ണിനെ നിനക്ക് കയ്യിൽ പിടിച്ച് തരാവടാ, എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാ, അധികാരം നിനക്ക് തരാ, ഈ പുതിയ മതം കടന്നിട്ട് വാടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവര് പറഞ്ഞു, നീ മതമൊന്നും മാറണ്ടടാ, നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്, എന്ത് ചെയ്താ മതി? മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ ഹുബൈബ്, നിന്നെ ജീവനോടെ പറഞ്ഞു വിടാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, മുത്തുനബിയെ ചീത്ത വിളിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട. അതിനും തയ്യാറായില്ല. അവസാനം അവിടുന്ന് തൂക്കിക്കൊല്ലാ സമയമാകുമ്പോ അവര് ചോദിച്ചു, ഹുബൈബേ, നിന്റെ അവസാനത്തെ മോഹമെന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്നോ അവസാനത്തെ അഭിലാഷം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞത് നിസ്കരിക്കണമെന്നാണ്. ശത്രുക്കൾ അനുവാദം കൊടുക്കുമ്പോ അവിടെ നിന്ന് പുതുപെടുത്തു. പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്ന് കരയുന്നു, നാഥാ, പടച്ചവരെ, എപ്പ നമസ്കരിച്ചാലും വലിയ സൂറത്തുകൾ ഓതിയിട്ടേ ഹുബൈബ് നിസ്കരിക്കാറുള്ളൂ. ആദ്യമായിട്ടാ ചെറിയ സൂറത്ത് ഓതുന്നത്, ആദ്യമായിട്ടാണ് ചെറിയ സൂറത്ത് ഓതുന്നത്. അല്ലാഹുവേ, എനിക്ക് നിന്റെ മുന്നിൽ നിൽക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, വലിയ സൂറത്തുകൾ ഓതി എനിക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് തമ്പുരാനെ. പിന്നെ എന്തേ എളുപ്പം നിർത്തിയതെന്നറിയോ? എളുപ്പം നിർത്തിയതെന്തെന്നറിയോ? എന്റെ നിസ്കാരം എങ്ങാണം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്കൊരു പേടിയുമില്ല തമ്പുരാന്, എനിക്ക് മരിക്കാൻ യാതൊരു പേടിയുമില്ല. അവിടെ നിന്ന് പെട്ടെന്ന് ദുആ ചെയ്തു. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി. അവസാനം ശത്രുക്കൾ തന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ മരണവേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? അവിടെ നിന്ന് മലക്കുകൾ ചോദിക്കുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ
ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. ഹുബൈബേ, അതാ മലക്കുകൾ സ്വർഗത്തിലെ വസ്ത്രം പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നത് നിന്നെ കൊണ്ടുപോകാരാ. കരയല്ലേടാ ഹുബൈബ്, കരയല്ലേടാ ഹുബൈബ്. നിന്റെ മരണം കണ്ട് ആസ്വദിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഉറക്കെ പറ, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കു ഹുബൈബ്, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കു ഹുബൈബ്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ 4:30 എഴുന്നേറ്റ് അവസാനം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നടക്കാൻ കഴിയാന്നിട്ടും വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയല്ല വാപ്പാ. എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാരികൾ നിസ്കരിക്കാതെ കിടക്കുമ്പോ ടിവിയുടെ ഫ്രണ്ടിലിരുന്നിട്ട് സമയം കളയുമ്പോ അടുത്ത റൂമിന്റെ അകത്തിരുന്ന് നിസ്കരിച്ചത് വെറുതെയല്ല ഉമ്മ. നിനക്ക് നിന്റെ വിലയറിയാതെട്ടാ, നിനക്ക് നിന്റെ മഹത്വം അറിയാതെട്ടാ ഈ പള്ളിക്കകത്ത് വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന വാപ്പാ, നീ ആരെന്നറിയോ? എല്ലാ മലക്കുകളും റൂഹ് പിടിച്ചിട്ട് നിന്റെ തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്, തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതാ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പിടിക്കാൻ സമയമാകുമ്പോ അല്ലാഹുവേ, ആ മലക്കുണ്ടല്ലോ, നീ എവിടെ കിടന്നു മരിച്ചാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആള് വേണ്ട. നിന്റെ ഭാര്യയില്ലെങ്കിലും, നിന്റെ മക്കളില്ലെങ്കിലും, നിന്റെ കൂടപ്പറപ്പില്ലെങ്കിലും, നിന്റെ കുടുംബക്കാരില്ലെങ്കിലും ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് നിന്റെ ചെവിയിൽ പറയുകയാ, പറവുപ്പാല ഇലാഹ ഇല്ലല്ലാഹ്. നിനക്ക് അസ്റായിൽ പറഞ്ഞു തരും വാപ്പാ, നിനക്ക് അസ്റായിൽ പറഞ്ഞു തരും വാപ്പാ. പെങ്ങള്, മലക്കുൽ മൗത്ത് പറയുകയാ, പറ പെങ്ങള്, പറ പെങ്ങള്, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാണ്, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാണ്. ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാണ്, അതുകൊണ്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നസ്റായിലാ പറഞ്ഞു തരുന്നത്. എടാ ചെറുപ്പക്കാരാ, ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് തന്റെ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിക്കുമ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനോട് അതാ മലക്കുകൾ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഉറക്കെ പറ ഹുബൈബ്, ഉറക്കെ പറ ഹുബൈബ്. അവരുടെ മുഖത്ത് നോക്കി ചിരിക്കു ഹുബൈബ്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വല്ലാഖിബത്തു ലിത്തഖ്വാ, നിനക്ക് നല്ല മരണം തരാമെന്ന് പടച്ചവരാ പറഞ്ഞത്. വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാ റബ്ബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാര്, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം, ഒന്ന് മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ യാചിക്കാതെ ജീവിക്കാ, കടിക്കാറുള്ള ഭക്ഷണത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരു നല്ല മരണമാണ്, ഒരു നല്ല മരണമാണ്, ഒരു നല്ല മരണമാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മുന്നിലൂടെ എടാ പ്രായമുള്ള വാപ്പമാര് കണ്ണിന്റെ മുന്നിലൂടെ നമസ്കരിക്കാൻ കേറിപ്പോയാൽ ആ പോകുന്നത് കണ്ടാലും കേറാത്ത ചെറുപ്പക്കാരാ, കടത്തിണ്ടയിൽ ഇരുന്നിട്ട് സമയം കളയുന്ന യുവത്വേ, നിസ്കരിക്കാത്ത ഉമ്മമാരെ, നിസ്കരിക്കാത്ത
ലഭിക്കാത്ത പെങ്ങന്മാരെ, ഒരു പ്രതിഫലം കൂടെ പറയട്ടെ, ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അടിക്കാൻ അനുവദിച്ചില്ല. കഴുകുമരത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്, കഴുകുമരത്തിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്, അടിക്കാൻ അനുവദിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ആരാണ് ഹുബൈബിന്റെ ജനാസയെന്ന് ഖബറടക്കുന്നത്? ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഞാൻ ഖബറടക്കാൻ നബിയേ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ഉബൈബ് തങ്ങളുടെ ജനാസയുടെ ഭാഗത്തേക്ക് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഇങ്ങനെ നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ ഓടി വരികയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗന്ദര്യ റാണിയായ ഒരു പെണ്ണിങ്ങനെ കടന്നു വരികയാണ്. ശത്രുക്കളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ, ഈ ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരണേ, ഇവന്റെ തല എനിക്ക് വേണം, ഇവന്റെ തല എനിക്ക് മുറിച്ചു തരുവോ? ശത്രുക്കൾ ചോദിച്ചു, എന്തിനാ പെണ്ണേ ഹുബൈബിന്റെ തല നിനക്ക് എന്തിനാട്? ആ പെണ്ണു പറയുകയാ, ഇവന്റെ തല വെട്ടി പൊളിച്ചിട്ട് ഇവന്റെ തലച്ചോരെടുത്ത് കളഞ്ഞിട്ട് ആ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ, ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തവളാട്, ഞാൻ ശപഥം ചെയ്തവളാട്. അതുകൊണ്ട് ഇവന്റെ തല എനിക്ക് വെട്ടിത്തരുവോ? ആരുടെ കൂടെ വേണമെങ്കിലും ഞാൻ കിടക്കാൻ തയ്യാറാ. സുന്ദരിയായ പെണ്ണ് തന്റെ ശരീരം ഇങ്ങനെ കാണിച്ചിട്ട് ഉബൈബ് തങ്ങളുടെ തലയ്ക്ക് വേണ്ടി യാചിക്കുമ്പോ ശത്രുക്കള് തലവെട്ടി മുറിക്കാൻ പോയതാണ്. ഈ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി എന്താണ് നടക്കുന്നതെന്ന് കാണാ. സുബ്ഹാനല്ലാഹ്, സ്വഹാബി മരത്തിന്റെ മുകളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോ എല്ലാവരും നാനാഭാഗങ്ങളിലേക്ക് ഓടുകയാണ്, ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. കുറെ സമയം കഴിഞ്ഞു. ഈ സ്വഹാബി മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. പടച്ചവനെ, ഉബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് ഈ സ്വഹാബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല, ഉബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. നബിയേ, നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ഹുബൈബിനെ ഖബറടക്കി സ്വഹാബ, ഹുബൈബിനെ ഖബറടക്കി സഹാബ. ആരെന്നറിയോ, ആരെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ തന്റെ കുടുംബത്തെയും സ്വന്തം നമസ്കരിക്കുകയും തന്റെ കുടുംബങ്ങളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഉപ്പമാരെ, നിന്റെ ജനാസയുണ്ടല്ലോ ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവച്ചാ ഈ പള്ളി തികയൂല. മയ്യത്ത് നമസ്കരിക്കാ സ്ഥലം പോരാ, പള്ളിപ്പറമ്പില് വല്ലാത്ത തിരക്കാ. അവസാനത്തെ മോഹം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് എന്ന് പറയുന്ന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരന്റെ ജനാസ ആരാ നബിയെ ഖബറടക്കിയത്? ആരാ നബിയെ ഖബറടക്കിയത്? മുത്തുനബി പറഞ്ഞു, സഹാബ, മലക്കുകൾ ഖബറടക്കി സഹാബ, മലക്കുകളാ ഖബറടക്കിയത്. അന്നേരം ഈ പള്ളിക്കകത്ത് പോയി നിസ്കരിക്കുന്ന ഉപ്പമാര്, നീ സാധാരണ മനുഷ്യനല്ല, നീ
സാധാരണ മനുഷ്യനല്ല. നിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്, പടച്ച റബ്ബിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. നിന്റെ ജനാസ ഖബറടക്കാ മലക്കുകൾ കൂടുമെന്ന് ചരിത്രം പറയുമ്പോ ഇത് നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്, ഇത് നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അല്ലാഹുവേ ഈ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. 3 പ്രതിഫലം ഞാൻ പറഞ്ഞു. 5 നേരം നമസ്കരിക്കാൻ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിച്ചാൽ അള്ളാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം, നിനക്കും നിന്റെ ഭാര്യക്കും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിരിക്കുക, മുടങ്ങാതെ റബ്ബ് നിനക്ക് തരും. 2, ഒരു നല്ല മരണം. നീ മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആരും വേണ്ട, അസ്റായീൽ പറഞ്ഞു തരും. നിന്റെ റൂഹങ്ങട്ട് പിടിക്കുന്നതിന് മുമ്പ് ആ മലക്ക് പറഞ്ഞു തരും, പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു പറഞ്ഞു നല്ല മരണം തരാമെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 1, മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കാതെ കുടുംബത്തെ പോറ്റാം. 2 നല്ല ഒരു മരണം. വെള്ളിയാഴ്ചയൊക്കെ പലരെയും കൊണ്ട് മയ്യത്തടക്കിയിട്ടുണ്ടല്ലോ. വെള്ളിയാഴ്ച ദിവസം കൊതി തോന്നിയിട്ടില്ലേ? ചിലരുടെ മുഖത്ത് നോക്കിയപ്പോ നിനക്ക് ആഗ്രഹം തോന്നിയിട്ടില്ലേ? അതുപോലെയുള്ള മരണം. 3, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ അസ്റായീൽ പറഞ്ഞു തരും. അള്ളാഹു കേട്ടു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. 4ാമത്തെ പ്രതിഫലം, ഈ പള്ളിയും പറമ്പും മൊത്തം നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മലക്കുകൾ നിറയും. നീ അത്രയ്ക്കും വലിയ ഭാഗ്യവാനാ. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. 5ാമതൊരു പ്രതിഫലം കൂടെയുണ്ട്. ഇവരെല്ലാരും കൂടെ ആ ഖബറിന്റെ അകത്ത് ഇറക്കിയിട്ട് മണ്ണും വാരിയിട്ടിട്ടങ്ങ് പോകും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് മരണപ്പെട്ടു. തന്റെ പൊന്നുമകൻ, ഒരു ചെറിയ മകനുണ്ട്, 10-11 വയസ്സ് മാത്രം പ്രായമുള്ളൊരു മകൻ. ഭയങ്കര സ്നേഹവാ. മകനും വാപ്പയും തമ്മിൽ വല്ലാത്ത സ്നേഹം. എവിടെ പോയാലും ഇങ്ങനെ കൈ പിടിച്ച് നടക്കും. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. മയ്യത്ത് കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ ഈ കഥ ഉമ്മമാരൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടാ. ചെറിയ കുട്ടികൾക്ക് ഈ കള്ളക്കഥയൊന്നും പറയരുത്, ഉള്ള കഥ പറഞ്ഞു കൊടുക്കുക. ചുമ്മാതെ ആവശ്യമില്ലാത്ത കഥകളൊക്കെ പറയുന്ന മാതാപിതാക്കൾ, നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥ ഇതാ. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി ഖബറടക്കി എല്ലാരും പള്ളിപ്പറമ്പിൽ ഇങ്ങനെ പോവാ. അപ്പൊ ഈ മഹാനവറുകൾ, മഹാനായ അബൂ സിനാർ തങ്ങളുടെ ഈ ചെറിയ മകൻ വാപ്പാടെ ഖബറിന്റെ ചാരത്തിങ്ങനെ നിൽക്കുക. അപ്പൊ എല്ലാരും ചോദിച്ചു, നീ എന്തിനാ മോനെ ഇവിടെ നിൽക്കുന്നേ? വാ വീട്ടിൽ പോകാം. ഞാൻ വരൂല, എന്റെ ഉപ്പാനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റൂല. നല്ല മക്കൾ അങ്ങനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചുപോയവരെ കൊണ്ട് പള്ളിപ്പറമ്പിൽ ഖബറടക്കിയിട്ട് ഓടാൻ പാടില്ല. ഒരു 5 മിനിറ്റ്, ഒരു 40 ആയത്ത് ഓതുന്ന സമയം നിങ്ങൾ ഖബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് നിങ്ങളൊക്കെ മയ്യത്തടക്കാൻ പോയിട്ടില്ലേ? പോയിട്ടുണ്ടാ? പറയാൻ പേടി എന്താ? പോയിട്ടുണ്ട്. ഈ ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം പോകുന്നതാരാ? കുടുംബക്കാര്. 1ാമത് ഓടും ചങ്ങാതി, കുടുംബക്കാര്. മയ്യത്തടക്കിയിട്ട് ഏറ്റവും അവസാനം പോകുന്ന ആളാരാ? ഖബർ വെട്ടുന്നവൻ. മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവന്റെ മമ്മട്ടിയും കൂന്താലിയൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ അതിനുവേണ്ടി. എന്നാൽ സത്യം പറഞ്ഞാൽ വാപ്പയോ ഉമ്മയോ മരിച്ചാൽ മയ്യത്ത് കൊണ്ട് പള്ളിപ്പറമ്പിൽ വെച്ചിട്ട് നീ ഓടരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇങ്ങനെ ഇവര് ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഇത് കാണുന്ന. അള്ളാഹുവേ, എന്റെ കൂട്ടുകാരനല്ലേ അള്ളാഹ് പോയ, അവൻ എന്താ ഇപ്പൊ 1ാമതേ ഓടി. പോട്ടെ, കുഴപ്പമില്ല. അള്ളാഹ് പടച്ചോനെ എന്റെ കൂടെ പുറപ്പ്, അവനും എന്നെ മറന്നോ, പോട്ടെ, കുഴപ്പമില്ല. അള്ളാഹ് എന്റെ മോനും എന്നെ ഇത്ര പെട്ടെന്ന് മറന്നു, ഖബറിൽ കിടന്നിട്ട് കാണൂന്ന. അള്ളാഹ് എന്നെ കുഴി കൊണ്ട് വെച്ചിട്ട് ഓടാൻ എന്തൊരു ഉത്സാഹം, അവന് ഓടിക്കളഞ്ഞല്ലോ. അള്ളാഹ് ഇവരെല്ലാരും എന്നെ ഒറ്റക്കിട്ടിട്ട് പോയല്ലോ എന്ന് ഖബറിന്റെ അകത്ത് കിടന്ന് മയ്യത്ത് വിഷമിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മക്കള് ഖബറിന്റെ ചാരത്തിരുന്ന വാപ്പ ഖബറിൽ കിടന്നിട്ട് പറയും, കൂട്ടുകാരൻ പോയാലും കൂടപ്പുറപ്പ് പോയാലും കുടുംബക്കാര് പോയാലും എന്റെ മോൻ പോയില്ലല്ലോ, അവനിവിടെ തന്നെ നിന്നല്ലോ. മയ്യത്തിനൊരു ധൈര്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സമാധാനം, ആര് പോയാലും എന്റെ മോണ്ടല്ലോ. അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ഖബറിന്റെ ചാരത്തേക്ക് 50 വയസ്സൊന്നുമില്ല, 11 വയസ്സ്.
പാപ്പാടെ അവസ്ഥ എന്തെന്നറിയാതെ ഞാൻ വരൂല, നിങ്ങളൊക്കെ പൊക്കോളി, ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഉപ്പ ഈ കുഴിക്കകത്ത് കിടക്ക, എൻ്റെ ഉപ്പാടെ വീടും എൻ്റെ ഉപ്പാടെ കാര്യം അറിയാതെ എങ്ങനെ വരാ, പൊക്കോ എല്ലാരും പറഞ്ഞു വിട്ടു. അബൂസിന റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകൻ ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞ് 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 ആ കുഞ്ഞ് തളർന്നുറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ പാപ്പ വന്ന് വിളിച്ചിട്ട് ചോദിക്കുക, എന്തേടാ നീ പോകാത്ത, എല്ലാരും പോയല്ലോടാ മോനെ, എല്ലാരും പോയല്ലോടാ മോനെ, നീ മാത്രം എന്താടാ പള്ളിപ്പറമ്പിൽ കിടക്കണേ? അപ്പൊ നിങ്ങളെ ഈ കുഴിക്കകത്ത് കൊണ്ടിട്ടിട്ട് നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയാതെ ഞാൻ വീട്ടിൽ പോയ ഉറങ്ങാൻ പറ്റുമോ? അപ്പ 11 വയസ്സുകാരൻ ചോദിക്ക. 11 വയസ്സുകാരനായ മകൻ, 11 വയസ്സിന് വല്ലാത്തത് ഒരുപാട് ചരിത്രങ്ങൾ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ അടുത്ത് ഒരുപാട് ചരിത്രങ്ങൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമകൻ അറക്കാൻ കൊണ്ടുപോകുന്ന രംഗത്ത് ഇസ്മായിൽ എന്ന 11 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള മകൻ, ആ മകനെ വാപ്പാനോട് വാപ്പ ചോദിച്ചു, മോനെ അല്ല നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണോടാ? വാപ്പ ഇഫ്അൽ മാ തുഅ്മറു സതജിദുനി ഇൻഷാ അല്ലാഹ്, അല്ല പറഞ്ഞതനുസരിക്ക് വാപ്പ ബാക്കി അവിടെ വെച്ച് കാണാം പറഞ്ഞു കൊടുത്താ. എന്നിട്ട് ഈ മോനെ അറക്കാൻ കൊണ്ടുപോയപ്പോ വാപ്പാനോട് പറഞ്ഞു കൊടുക്കുന്നു, വാപ്പ അറക്കുമ്പോ എന്റെ കഴുത്ത് തിരിച്ചിട്ടിട്ട് വേണം അറക്കാൻ. അതെന്തേ മോനെ? എന്റെ മുഖം കണ്ടാ നിങ്ങൾക്ക് അറക്കാൻ പറ്റൂല വാപ്പ, അതുകൊണ്ട് എന്റെ മുഖം അങ്ങോട്ട് തിരിച്ചിടണം. വാപ്പ എന്റെ കയ്യും കാലും കെട്ടിയിടണം. എന്തിനാ മോനെ? വാപ്പ വേദന എടുക്കുമ്പോ ഞാൻ കിടന്ന് കൈകാലിട്ടടിച്ച നിങ്ങളുടെ കൈ വിറയ്ക്കും, അതുകൊണ്ട് എന്നെ തിരിച്ചിട്ടിട്ട് അറക്കണം, കയ്യും കാലും കെട്ടിയിടണം. എന്നിട്ട് മകൻ വാപ്പാനോട് പറയാ, ഈ പുതിയ ഉടുപ്പ് ഊരി വെക്കണേ ഉപ്പാ, ഈ പുതിയ ഉടുപ്പ് മാറ്റി വെക്കണം. എന്തേ മോനെ? ഉമ്മ കുളിപ്പിച്ചൊരുക്കി വിട്ടതല്ലേ, ഈ പുതിയ ഉടുപ്പിൽ എന്റെ രക്തം പറ്റിയ എന്റെ ഉമ്മാന് സഹിക്കൂല. 4ാമത് പറയാ, അപ്പച്ചി തിരിച്ചു ചെല്ലുമ്പോഴേ എന്റെ ഉമ്മാനോട് എന്റെ സലാം പറയണം, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഒരു 11 വയസ്സുകാരൻ പറഞ്ഞതാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയാം. 11 വയസ്സുള്ള മകൻ യഹ്യാ നബി അലൈഹിസ്സലാം, വാപ്പ ഇങ്ങനെ തെരഞ്ഞെടുക്കാൻ രാവിലെ മുതൽ മകനെ കാണുന്നില്ല. 11 വയസ്സ്, എത്ര കൊല്ലം അള്ളാന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് അല്ലാഹ് കൊടുത്ത വയസ്സാങ്കാലത്ത് കൊടുത്ത മകനാ. കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മോനെ എനിക്ക് താ അല്ലാ, എന്റെ അവസാന കാലത്ത് എനിക്ക് തന്നതാ അല്ലാ, വേണമല്ല. കരഞ്ഞു ദുആ ചെയ്തു. തിരിച്ചിങ്ങനെ വരുമ്പോ പള്ളിപ്പറമ്പിൽ ഒരു ഖബർസ്ഥാനിൽ ഒരു കരച്ചില് കേൾക്കുന്നു. കരച്ചില് കേൾക്കുന്ന ഭാഗത്ത് പോയി നോക്കുമ്പോ ഇടിഞ്ഞു കിടക്കണ ഒരു ഖബറിന്റെ അകത്തിരുന്നിട്ട് 11 വയസ്സുകാരൻ കരയാ. വാപ്പ ചോദിച്ചു, എന്തിനാ മോനെ ഇവിടെ ഇരുന്ന് കരയണേ? വാപ്പ ഇവിടെ വന്ന് കിടക്കേണ്ടതല്ലേ. 50 വയസ്സുകാരനല്ല, 11 വയസ്സുകാരൻ. ഈ 11 വയസ്സുകാരനോട് വാപ്പ ചോദിക്കാം, മോനെ എല്ലാരും പോയല്ലോടാ, നീ എന്തേ പോകാത്തെ? അപ്പ ഞാൻ എങ്ങനെ പോകാനാ, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയുണ്ട് വാപ്പ പറ, പുതിയ വീട് എങ്ങനെയുണ്ട്, എന്റെ ഉപ്പാന്റെ വീട് എങ്ങനെയുണ്ട്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോനെ എന്നെ ഖബറിന്റെ അകത്തേക്ക് കൊണ്ടുവച്ചപ്പോ എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചതുപോലെ ഖബർ അങ്ങോട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അബൂസിന റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്ക, തന്റെ 11 വയസ്സുള്ള മകനോട് പറഞ്ഞെടുക്ക, പള്ളിപ്പറമ്പിൽ കിടക്കണേ മോനെ, വാപ്പാനെ ഉമ്മ കെട്ടിപ്പിടിക്കണത് പോലെ ഖബർ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചടാ. വാപ്പ കിടക്കണത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിലാ. വാപ്പ കിടക്കുന്നത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ. എന്റെ കാലിന്റെ ഭാഗത്താടാ മോനെ സ്വർഗത്തിന്റെ വാതിലിരിക്കുന്നത്. എന്തൊരു സുഗന്ധമെന്നറിയോ? എന്റെ ഖബർ കണ്ണെത്താ ദൂരം ഇങ്ങനെ വിശാലമാ. 2 മലക്കുകൾ എന്നോട് പറഞ്ഞത്, ലം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ, എടാ മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ ഉറങ്ങടാ എന്ന മലക്ക് പറഞ്ഞേ. വാപ്പാന്റെ മണ്ണറ മണിയറയാ മോനെ. ആ സമയത്തും മകൻ ചോദിച്ചു, ഉപ്പ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? ഉപ്പ നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടി? ആ സമയത്ത് അബൂസിന റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു, നിന്റെ ഉപ്പ 5 വഖത്ത് നിസ്കാരം മുടക്കാത്ത വാപ്പയാ. 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച എനിക്ക് സമാധാനമില്ല, നിസ്കരിച്ച് കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ട് മോന്റെ മണ്ണറ മണിയറയാക്കണമെങ്കിൽ മോനും ഒരൊറ്റ വഖത്ത് മുടക്കരുത്, ഖളാ ആക്കരുത്, നമസ്കരിക്കണേ എന്ന് ഉപദേശിച്ചതായി ചരിത്രം പറയുമ്പോ, നിങ്ങളുടെ ആരുടെയെങ്കിലും മണ്ണറ മണിയറയാക്കണമെങ്കിൽ 5 നേരം നീയും നിസ്കരിക്ക്, നിന്റെ കുടുംബത്തെയും നിസ്കരിപ്പിക്ക്, നിന്റെ മണ്ണറ മണിയറയാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, 5 വഖത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല.
ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളിൽ ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യിപ്പിച്ചാൽ നിന്റെ വീട് കാണാനും മലക്കുകൾ ഇറങ്ങി വരും. നിന്റെ വീടിന്റെ അകത്തിരുന്ന് റഹ്മത്തിന്റെ മലക്ക് ദുആ ചെയ്യും. നിനക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു നിനക്ക് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.